ഹായ് സുഹൃത്തുക്കളെ, റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 10,000-ലേറെ വേക്കൻസികളാണ്. എല്ലാ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളും എല്ലാ RRBകളും കൂടെ ചേർത്ത് നോക്കിയാൽ 10,000-ലേറെ വേക്കൻസികളാണ് RRB ALPക്ക് ഇത്തവണ വിളിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒരൊറ്റ ആപ്ലിക്കേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് RRBയും സെലക്ട് ചെയ്യാം. വേക്കൻസികളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നോട്ടിഫിക്കേഷനിലുണ്ട്. അത് വിശദമായിട്ട് വായിച്ച് നോക്കണം. തിരുവനന്തപുരത്ത് എത്ര വേക്കൻസി ഉണ്ട്, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ I+ന് RRB ALP CBT 1 വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ CBT 2 പാർട്ട് എയുടെ കോച്ചിങ് നമുക്കുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്രമല്ല ഇത്തവണത്തെ ഈ ഒരു RRB ALPയുടെ പരീക്ഷ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് രീതികളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സിലബസിൽ മാറ്റമുണ്ട്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലും ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. 15-ാം തീയതി, മെയ് 15-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു RRBയുടെ, ഇപ്പോൾ RRB തിരുവനന്തപുരം ആണെങ്കിൽ RRB തിരുവനന്തപുരം എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്യുക. നിങ്ങൾ അതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാ RRBയുടെ വെബ്സൈറ്റിലും ഉണ്ട്. നോട്ടിഫിക്കേഷൻ വായിച്ച് വേക്കൻസിയൊക്കെ മനസ്സിലാക്കി, പല കാറ്റഗറികളുടെ വേക്കൻസികൾ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കി നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള RRB തിരഞ്ഞെടുക്കുക, അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ജൂൺ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജൂൺ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കറക്ഷന്റെ വിൻഡോ ജൂൺ 17 മുതൽ 26 വരെ ഉണ്ട്. അതിന് ഒരു ഫീസ് അടച്ച് വേണം നമ്മൾ കറക്റ്റ് ചെയ്യാൻ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ നേരത്തെ ഉള്ളതുപോലെ തന്നെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, 10ാം ക്ലാസ് പാസ്സാവണം, 10th പാസ്സാവണം. അതിൻ്റെ കൂടെ എന്തുണ്ടാവണം, ITI സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ITI അതായത് ഒന്നുകിൽ SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഏതൊക്കെ ട്രേഡിലാണ്, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടേണർ, മെഷീനിസ്റ്റ്, RAC മെക്കാനിക്. ഇങ്ങനെ ഇത്രയും ട്രേഡുകൾ ഒന്നിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITIയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, ഇതിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ആണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 3 ഇയർ ഡിപ്ലോമക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ വിഷയങ്ങളിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അതായത് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഉള്ള 3 ഇയർ ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളിലുള്ള BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ. മെക്കാനിക്കലിലോ ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഈ ട്രേഡ് പറഞ്ഞതിൽ ഡിപ്ലോമയോ BTechോ ആദ്യം വായിച്ച ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ALPക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഏത് ട്രേഡാണോ പഠിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ CBT 2-ലാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. പേ സ്കെയിൽ 7th പേ സ്കെയിൽ 2 ആണ്, ലെവൽ 2 ആണ്. 19,900 ആണ് അതിൻ്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ഇനി RRB തിരുവനന്തപുരത്തെ വേക്കൻസി നോക്കിയാൽ ആകെ 64 വേക്കൻസികളാണ്. 28 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ്, ജനറലിലാണ്. പിന്നെ SC 8, ST 5, OBC 22, EWS 1 എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ ലിസ്റ്റ്. എക്സ് സർവീസ്മെന്റിന് വേണ്ടി 7 വേക്കൻസികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ചെന്നൈയിൽ 186 വേക്കൻസി, ആകെയുള്ള വേക്കൻസി 186. ബംഗളൂരുവിൽ 200 വേക്കൻസി ഉണ്ട്. മറ്റ് RRBകളിലും നിങ്ങൾ നോക്കുക എത്ര വേക്കൻസി ഉണ്ടെന്ന് വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 18 മുതൽ 30 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. EWSന്റെ ഏജ് ലിമിറ്റും അത് തന്നെയാണ്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2/7/1996 ഈ തീയതിയോ അതിനുശേഷമോ ജനിച്ച ആളുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ജനറൽ കാറ്റഗറിയോ EWSO ആണെങ്കിൽ. OBC NCL ആണെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. 2/7/1993 ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ചവർക്ക് OBC NCL ആണ് അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 2/7/1991 ആ തീയതിക്ക് ശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം. എല്ലാവരും 1/7/2008 മുൻപ് ജനിച്ചവരായിരിക്കണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ്. നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ ഏജ് ലിമിറ്റ് ഉള്ള, ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊരു നല്ല ചാൻസ് ആണ്, അത് നിങ്ങൾ വിട്ടുകളയരുത്. ഇതിൻ്റെ ഫിറ്റ്നസ്സും കൂടെ, വിഷൻ സ്റ്റാൻഡേർഡ്സും കൂടെ പറയുന്നുണ്ട്. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, കൂടാതെ 6/6 വിഷൻ വേണം വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ ഇത് നിങ്ങളൊരു ഒരു ഗവൺമെൻറ് ഡോക്ടറെ സർട്ടിഫൈ ചെയ്ത് വേണം
നമ്മൾ മെഡിക്കൽ ടെസ്റ്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ CBIT ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് സ്റ്റേജുകൾ ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെയാണെന്ന്. ആദ്യത്തേതാണ് CBT1. CBT എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഇതിന്റെ സിലബസ് ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് CBT ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് വിജയിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? CBT2 എഴുതാം. ഫസ്റ്റ് സ്റ്റേജ് പാസ്സാവുന്നവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇത്ര ആകെയുള്ള വേക്കൻസികൾ ഇത്ര മടങ്ങ് ആളുകളെയാണ് CBT2ലേക്ക് തിരഞ്ഞെടുക്കുക. ഇത് നോക്കുന്നത് അതത് RRBകളെ വെച്ചിട്ടായിരിക്കും. അതായത് ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിലല്ല ഈ CBT1 നിന്ന് CBT2ലേക്ക് ആളുകളെ എടുക്കുക. അതത് RRBകളിൽ എത്ര വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് അതത് RRBകളിലേക്കായിരിക്കും CBT2ലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം CBT2ന് 2 പാർട്ടുണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അപ്പൊ ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള പാർട്ടാണ്. പാർട്ട് ബിയിലാണ് നമ്മുടെ ട്രേഡ് വരുന്നത്. പാർട്ട് ബിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡുകളുണ്ടല്ലോ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് പറയാം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ഇത് പാസ് CBT2 വിജയിക്കുന്നവർക്കാണ്. CBT2 പാർട്ട് എയിൽ കൂടുതൽ മാർക്കുള്ള ആളുകളെയാണ് CBATയിലേക്ക് തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് CBAT? അത് ഒരു സൈക്കോളജി ടെസ്റ്റ് ആണ്. നിങ്ങളൊരു ട്രെയിൻ ഡ്രൈവർ ആവേണ്ട ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള കഴിവുകളുണ്ടോ, സൈക്കോളജിക്കൽ കഴിവുകളുണ്ടോ, നിങ്ങളുടെ സ്പേഷ്യൽ അവയർനെസ്, ഡെപ്ത് മനസ്സിലാക്കാനുള്ള കഴിവ്, നിങ്ങളുടെ വിഷൻ തുടങ്ങിയവയൊക്കെ അനലൈസ് ചെയ്യുന്ന ടെസ്റ്റാണ് CBAT. ഇതിലും നിങ്ങൾ പാസ്സാവണം. എന്നിട്ട് ഈ പാർട്ട് എയുടെ 50%, ഈ CBAT 50%, അങ്ങനെ 50:50 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നേരത്തെ ഇത് 70:30 ആയിരുന്നു. ഇപ്പോൾ ഇത് 50:50 ആക്കി. അതായത് CBT2ന്റെ പാർട്ട് എക്ക് നിങ്ങൾ എത്ര മാർക്ക് നേടുന്നോ അതിനെ 50ലേക്ക് കൺവേർട്ട് ചെയ്യും. CBATക്ക് നിങ്ങൾ എത്ര മാർക്ക് നേടുന്നോ അതിനെ 50ലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ പെർസെൻറ്റേജ് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം. അവസാനം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേജുകളാണ് നമുക്കുള്ളത്. അപ്പോൾ CBATയുടെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി CBT1ന്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 60 മാർക്കാണ്, 60 മിനിറ്റ് ആണ്. അതായത് 1 മണിക്കൂറാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1 മണിക്കൂറാണ് CBT1ന്റെ ഡ്യൂറേഷൻ. 75 ചോദ്യങ്ങൾ ആകെയുണ്ട്. 75 മാർക്ക്. 1 മാർക്കിന് 1 ക്വസ്റ്റിന് 1 മാർക്ക്. 0.33 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. തെറ്റുത്തരത്തിന് 0.33 മാർക്ക് അല്ലെങ്കിൽ 1/3 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പാസ്സാവണം. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഉണ്ട്, മെന്റൽ എബിലിറ്റി ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഇവിടെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വരെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ വരെ കറണ്ട് അഫയേഴ്സ് നമുക്കുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് GK എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടായിരുന്നു CBT1ന്. ഇത്തവണ അതില്ല. അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ പഠിക്കണമെന്നുണ്ട്. മാത്തമാറ്റിക്സിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്, മെന്റൽ എബിലിറ്റിയിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്, ജനറൽ സയൻസിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. അത് 3 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാകും. CBT1ന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സോ GKയോ നിങ്ങൾ പഠിക്കേണ്ടതില്ല. CBT2 എന്ന് പറഞ്ഞാൽ 2 പാർട്ടാണ് CBT2നുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് എ, രണ്ടാമത്തത് പാർട്ട് ബി. നമ്മൾ നേരത്തെ പറഞ്ഞു ആകെ 2.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. 175 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സ്പീഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാർട്ട് എ 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് പാർട്ട് എയുടെ ഡ്യൂറേഷൻ. 100 ചോദ്യങ്ങളുണ്ടാവും. പാർട്ട് ബി 60 മിനിറ്റ്, 1 മണിക്കൂറാണ്, 75 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡ് ആണ്. പാർട്ട് ബി നിങ്ങൾക്ക് ആ ട്രേഡ് സെലക്ട് ചെയ്യാം. അടുത്ത സ്ലൈഡിൽ അത് കാണിക്കാം. നിങ്ങൾ ഏതാണോ പഠിച്ചത് അതനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് സെലക്ട് ചെയ്യാം. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾ 35% മാർക്ക് വാങ്ങിച്ചിരിക്കണം. ഈ പാർട്ട് ബിയിൽ 35% മാർക്ക് വാങ്ങിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പാർട്ട് ബിയിൽ നിങ്ങൾ എത്ര മാർക്ക്, 100 ഈ പറഞ്ഞ 75 മാർക്ക് വാങ്ങിക്കുന്നത് ഒരു നിർബന്ധമില്ല. ഇതിനെ 35% മാർക്ക് വാങ്ങിച്ചാൽ മാത്രം മതി. കാരണം പാർട്ട് ബിയുടെ മാർക്ക് ഈ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി എടുക്കില്ല. അപ്പോൾ പാർട്ട് ബി നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതേസമയം പാർട്ട് എയിൽ നിങ്ങൾ എത്രമാത്രം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നോ അത്രയും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ എഫക്ട് ചെയ്യും. കാരണം പാർട്ട് എയുടെ മാർക്കാണ് തുടർന്നുള്ള റിക്രൂട്ട്മെന്റ് സ്റ്റേജിലേക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, പാർട്ട് എയുടെ മാർക്ക് പിന്നീട് അങ്ങോട്ട് കൺസിഡർ ചെയ്യും. പാർട്ട് ബി ജസ്റ്റ് ക്വാളിഫൈയിങ് നേച്ചറിലാണ്. 35% മാർക്ക് അവിടെ ക്വാളിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ CBT1ന്റെ മാർക്കും പിന്നീട് എടുക്കില്ല കേട്ടോ. അതും ക്വാളിഫൈയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ്. നെഗറ്റീവ് മാർക്കുണ്ട്, 1/3 നെഗറ്റീവ് മാർക്കുണ്ട്. പാർട്ട് എയുടെ മിനിമം പാസ് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. പക്ഷേ അത് പോരാ, നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിക്കണം. only marks scored in part A shall be counted for shortlisting of candidates for further stages. കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാർട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനറൽ പാർട്ട്, നമ്മൾ നേരത്തെ പഠിച്ച മാത്തമാറ്റിക്സ്, റീസണിങ്, അതുപോലെ ജനറൽ സയൻസ് ഒക്കെയാണ് പാർട്ട് എയിൽ വരുന്നത്. അതിൻ്റെ വിശദമായ സിലബസും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി
ഏത് ട്രേഡ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. പാർട്ട് ബിക്ക് ഏത് ട്രേഡ് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലും അതുമായി ബന്ധപ്പെട്ട കോമ്പറേഷൻസ് പഠിച്ച ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇലക്ട്രോണിക്സിന്റെ കോമ്പറേഷൻസ് ഡിപ്ലോമയ്ക്ക് ബിടെക്കിനൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ട്രേഡുകൾ സെലക്ട് ചെയ്യാം. മെക്കാനിക്കലിന്റെ കോമ്പറേഷൻസ് പഠിച്ച ആളുകളാണെങ്കിൽ ഫിറ്റർ മെക്കാനിക് പോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. ഓട്ടോമൊബൈലിലെ കോമ്പറേഷൻസ് പഠിച്ച ആളുകളാണെങ്കിൽ MMB ട്രാക്ടർ മെക്കാനിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ITIയുടെ ട്രേഡിൽ അതത് പഠിച്ച ആളുകൾക്ക് അത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് പാർട്ട് ബിയിലാണ് വരുന്നത്. CBT 2ന്റെ പാർട്ട് ബിയിലാണ് ഈ ചോദ്യങ്ങൾ വരിക. 35% മാർക്ക് അവിടെ വരും. ഇനി ഇത് പാസ്സാവുന്നവർക്ക് പാർട്ട് എയുടെ മാർക്ക് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും CBAT-യിലേക്ക്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പല ബാറ്ററികൾ, ടെസ്റ്റ് ബാറ്ററി എന്ന് അതിന് പറയുക, പല ടെസ്റ്റ് ബാറ്ററികളായിട്ടാണ് നടത്തുക. മെമ്മറി ടെസ്റ്റ് നടത്തും, ഡയറക്ഷൻസ് ഫോളോയിങ് ടെസ്റ്റ് നടത്തും, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, പെർസെപ്ച്വൽ സ്പീഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും. എല്ലാ കാൻഡിഡേറ്റ്സ്, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, മിനിമം സ്കോർ 42 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കത്തുള്ളൂ. അതായത് ഈ എല്ലാ ടെസ്റ്റിലും നിങ്ങൾക്കൊരു 42 മാർക്ക് നിങ്ങൾ നേടണം. അപ്പോൾ ഇതിൻ്റെ ആകെ മാർക്ക് 50ലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ പാർട്ട് എയുടെ CBT 2ന്റെ പാർട്ട് എയുടെ മാർക്കും 50ലേക്ക് കൺവേർട്ട് ചെയ്താണ് ടോട്ടൽ മാർക്ക്, ഫൈനൽ മാർക്ക് അവിടെ എടുക്കുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് എ ഓഫ് CBT 2 and the scores obtained in the CBAT shall be given the weightage in the ratio 50:50 to prepare the final rank list. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെയാണ് RRB ALPയുടെ പ്രൊസീജിയർ. അപ്ലൈ ചെയ്യുക. യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. സൈറ്റൊക്കെ ഹാങ് ആവും. ആപ്ലിക്കേഷൻ ഒരു ലോങ് പ്രൊസീജിയറാണ്, കാരണം ലൈവ് ഫോട്ടോ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.